ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിസൺ ആൻഡ് കോംപ്രിഹെൻഡ്. ലിസൺ ടു ദ സ്റ്റോറി. കഥ നിങ്ങളോട് ലിസൺ ശ്രദ്ധിക്കാനാണല്ലേ. കൂട്ടുകാരുടെ ടീച്ചർ കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തന്നില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. നോക്കൂ. It was an evening. അതൊരു വൈകുന്നേരമായിരുന്നു. അബിൻ ആൻഡ് ഹിസ് മദർ were on the seashore. അബിനും അവൻ്റെ അമ്മയും എവിടെയായിരുന്നു കൂട്ടുകാരെ? സീഷോർ, കടൽ തീരത്തല്ലേ. കടൽ തീരത്തായിരുന്നു. The sun was shining in the sky. സൺ എന്താണ്? സൂര്യൻ ആകാശത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. The waves were going up and down in the sea. waves എന്താണ്? മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. were going അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. The Abin stood at the shore with his mother. പിന്നെന്താണ്? അവൻ്റെ അമ്മയോടൊപ്പം ഇങ്ങനെ തീരത്ത് നിൽക്കുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. അവൻ നീലക്കടൽ നോക്കി. ഫിഷിംഗ് ബോട്ട്സ് വെർ കമ്മിങ് ബാക്ക്. ഫിഷിംഗ് ബോട്ട്സ് എന്താണ്? തിരിച്ചു വരുന്നുണ്ട്. ഹി നോട്ട്സ് ക്രൗസ് ഫ്ലൈയിങ് അറൗണ്ട് ദ ബോട്ട്സ്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ? ബോട്ട്സിന് ചുറ്റും ആരുണ്ട്? കാക്കകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടല്ലേ. മദർ ഷാൽ വി ടേക്ക് എ വീഡിയോ? അബിൻ ചോദിക്കുകയാണ്. അബിൻ ചോദിച്ചു, മദർ ഷാൽ വി ടേക്ക് എ വീഡിയോ? നമുക്കൊരു വീഡിയോ എടുത്താലോ ചോദിക്കുകയാണ്. യെസ് ഡിയർ, ഷീ സാഡ്. അപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? അതെ, നീ എടുത്തോന്ന് പറയാമല്ലേ. ഷീ സാഡ്. അബിൻ ടുക്ക് ദ മൊബൈൽ ഫോൺ ആൻഡ് സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ദ വീഡിയോ. അബിൻ എന്ത് ചെയ്തു? മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. അബിൻ ആൻഡ് റീഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതുക. കൂട്ടുകാർക്ക് ടീച്ചർ ഈ കഥ പറഞ്ഞു തന്നില്ലേ? ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബിൻ ആൻഡ് ഹിസ് മദർ വർ സ്റ്റാൻഡിങ് ഓൺ ദ. അബിനും അവൻ്റെ അമ്മയും എവിടെയാണ് കൂട്ടുകാരെ നിൽക്കുന്നത്? യെസ്, സീ ഷോർ. അബിൻ ആൻഡ് ഹിസ് മദർ സ്റ്റാൻഡിങ് ഓൺ ദ സീ ഷോർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? വാട്ട് ഡിഡ് അബിൻ നോട്ടീസ് അറൗണ്ട് ദ ബോട്ട്? എന്താണ് അവൻ കണ്ടത് ബോട്ടിന് ചുറ്റും? യെസ്, ക്രോസ് ഫ്ലൈയിങ്. കാക്കകൾ പറക്കുന്നതല്ലേ കണ്ടത്? ആൻസർ എന്താണ്? ക്രോസ് ഫ്ലൈയിങ്. ദെൻ ഹൂ ടുക്ക് ദ വീഡിയോ ഓഫ് ദ ബോട്ട്സ്? ബോട്ട്സിൻ്റെ വീഡിയോ ആരാണ് എടുത്തത്? ഹൂ ടുക്ക് ദ വീഡിയോ ഓഫ് ബോട്ട്സ്? യെസ്, നമുക്കറിയാം ആരാണ്. നമ്മൾ പറഞ്ഞില്ലേ കഥയിൽ ആരായിരുന്നു? യെസ്, അബിൻ. ദ വേവ്സ് വർ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സീ. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ട്രൂ ആണല്ലേ. ഓക്കെ, ദെൻ ഇറ്റ് വാസ് എ ഫൈൻ മോർണിംഗ് ഡാഷ്. അത് ഫാൾസ് ആണോ ട്രൂ ആണോ? അത് ഫാൾസ് ആണല്ലേ. ഇറ്റ് വാസ് എ ഫൈൻ മോർണിംഗ് ഈവനിങ് ആണല്ലേ. അപ്പോൾ എന്താണ്? മോർണിംഗ് അല്ലല്ലോ. ഇറ്റ് വാസ് എ ഫൈൻ മോർണിംഗ് എന്നുള്ളത് എന്താണ്? ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ആക്ടിവിറ്റി 2 നോക്കാം. കോൺവെർസേഷനാണ്. ദ ക്രെയിൻ ടുക്ക് അബിൻ ഹോം. ക്രെയിൻ എന്ത് ചെയ്യാണ്? അബിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ. ഹിസ് മദർ വാസ് വെയിറ്റിംഗ്. അവൻ്റെ അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷീ റാൻ ടു ഹിം ആൻഡ് ഹഗ്ഡ് ഹിം. അവൾ എന്ത് ചെയ്തു? അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വട്ട് ആർ യു മൈ ഡിയർ? മദർ ആസ്ക്ഡ് ഹിം. നീ എവിടെയായിരുന്നു? വെർ വർ യു മൈ ഡിയർ? മദർ ആസ്ക്ഡ് ഹിം. നീ എവിടെയായിരുന്നു മോനെ? അമ്മ ചോദിച്ചു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് അബിൻ. എന്താ കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അബിനും അവൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ. ഫസ്റ്റ് നോക്കൂ. മദർ, വേർ വേർ യു മൈ ഡിയർ? അമ്മ ചോദിക്കുകയാണ്, വേർ വേർ യു മൈ ഡിയർ? അബിൻ എന്താവും കൂട്ടുകാരെ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ കാട്ടിലായിരുന്നെന്നല്ലേ. നമുക്കത് എങ്ങനെ എഴുതാം? യെസ്, ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്. ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്. ദെൻ മദർ ചോദിക്കുകയാണ്, ഹൂ ബ്രോട്ട് യു ബാക്ക്? ആരാ നിന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അപ്പം എന്തായിരിക്കും അബിൻ പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ദ ക്രെയിൻ ടേക്ക് മീ ബാക്ക്. ട്രെയിൻ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. സോ പറയും, ദ ക്രെയിൻ ടേക്ക് മീ ബാക്ക്. ദെൻ ചോദിക്കുകയാണ്, വെർ ഈസ് ഇറ്റ്? അതെവിടെ? അപ്പോൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക അബിൻ? അത് കാട്ടിലേക്ക് തിരിച്ചു പോയെന്നല്ലേ. ഇറ്റ് വെൻ ബാക്ക് ടു ദ ഫോറസ്റ്റ്. അത് കാട്ടിലേക്ക് തിരിച്ചു പോയി. ഇറ്റ് വെൻ ബാക്ക് ടു ദ ഫോറസ്റ്റ്. ദെൻ മദർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ആർ യു ഓൾ റൈറ്റ് നൗ? നീ ഇപ്പോൾ ഓൾ റൈറ്റ് അല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുകയാണ്. അപ്പം അബിൻ പറയാണ്, യെസ് മാം. ദെൻ അബിൻ ചോദിക്കുകയാണ്, മദർ ചോദിക്കുകയാണ് എന്താണ്? ഹാവ് യു ടീ ആൻഡ് ബ്രെഡ്? ഹാവ് യു ടീ ആൻഡ് ബ്രെഡ്? അപ്പോൾ എന്താ പറയണത്? നിൻ്റെ ബ്രെഡും ചായയും കുടിക്കാൻ പറയണല്ലേ. അപ്പോൾ അബിൻ എന്താ പറയുക? ഓക്കെ മാം.
അപ്പോൾ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് ഇതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ ആക്ടിവിറ്റി 3 നോക്കാം. ക്രോസ് വേർഡ് പസിലാണല്ലേ. റീഡ് ദി സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. എന്താണ്? സെൻറ്റൻസുകൾ വായിച്ച് ക്രോസ് വേർഡ് പസിൽ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അവർ ഹോം ഈസ് ദ സീ, വി കം ബാക്ക് ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്. എന്താണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്? കടലാണ് ഞങ്ങളുടെ വീട്. വി കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക്. ഞങ്ങൾ തീരത്തേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോവും. ആരാണെന്ന് മനസ്സിലായല്ലോ കൂട്ടുകാരെ? ആരാണ്? യെസ്, വേവ്സ് ആണല്ലേ ആൻസർ എന്താണ്? വേവ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം നോട്ട് എ ബേർഡ്, ഐ ഹാവ് എ ടെയിൽ, ഐ ക്യാൻ ഫ്ലൈ ഹൈ. ഞാനൊരു ബേഡല്ല, പക്ഷെ എന്താ, എനിക്ക് വാലുണ്ട്. ഐ ക്യാൻ ഫ്ലൈ ഹൈ, എനിക്ക് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. കൂട്ടുകാർക്ക് മനസ്സിലാവില്ല ആരാണ്? യെസ്, കൈറ്റ് ആണല്ലേ. ദെൻ തേർഡ് നോക്കൂ. I am round in shape, people wear me on their fingers. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി. I am round in shape. എൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? റൗണ്ട് ആണ്. People wear me on their fingers. People അവരുടെ വിരൽ തന്നെ അണിയും. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമുക്കറിയാം റിംഗ് അല്ലേ. Then you can feel me but you cannot see me. When I blow the trees sway. എന്താണ്? നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ കഴിയും, പക്ഷെ എന്നെ കാണാൻ കഴിയില്ല. When I blow the trees away. ഞാൻ വീശുമ്പോൾ എന്താണ്? ട്രീസൊക്കെ ആടും. എന്താണ് കൂട്ടുകാരെ അത്? നമുക്കറിയാം കാറ്റാണല്ലേ, വിൻഡ്. ആൻസർ എന്താണ്? വിൻഡ്. ദെൻ ഫോർത്ത് എന്താണ്? യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ, യു കനോട്ട് സീ മീ അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് എന്നെ ആകാശത്ത് കാണാൻ കഴിയും. യു കനോട്ട് സീ മീ അറ്റ് നൈറ്റ്. പക്ഷെ എന്താണ്? രാത്രി കാണാൻ കഴിയില്ല. ആരാവും രാത്രി കാണാൻ കഴിയാത്തത്? യെസ്, സണ്ണാണല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ വേർഡ് ബേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ നമുക്ക് മനോഹരമായൊരു ചിത്രം നൽകിയിട്ടുണ്ട്. അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഇതാദ്യം എന്തിൻ്റെ ചിത്രമാണെന്ന് എഴുതാമല്ലേ. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഇത് എന്തിൻ്റെ ചിത്രമാണ് നോക്കി എഴുതാം. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. ദെൻ എന്ത് എഴുതാം? യെസ്, സം ടോൾ ട്രീസ് ആർ നിയർ ദ റിവർ. റിവറിൻ്റെ അടുത്ത് എന്താണ്? കുറച്ച് ചെറിയ മരങ്ങളുണ്ട്. ദെൻ എ ക്രീപ്പർ ഈസ് വൂൺ അറൗണ്ട് ദ ട്രീ. ഒരു വള്ളിച്ചെടി എന്താണ്? ട്രീ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ദെൻ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആർ ബ്ലോസംസ്. ഒരുപാട് പൂക്കളും പൂമൊട്ടുകളൊക്കെ ഉണ്ട്. എ ടൈഗർ ഈസ് വാച്ചിങ് ദ സ്നേക്ക് ബിഹൈൻഡ് ദ ബുഷ്. ബുഷിന് പിറകിലുള്ള സ്നേക്കിനെ ടൈഗർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സം ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. പൂമ്പാറ്റകൾ എന്താണ്? ഫ്ലവേഴ്സിന് ഇങ്ങനെ ചുറ്റും പറക്കുന്നുണ്ട്. ദെൻ ദർ ആർ സം ബേർഡ്സ് ഫ്ലൈയിങ് ഓവർ ദ ഹിൽസ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അതൊക്കെ സെൻറ്റൻസ് രൂപത്തിൽ എഴുതി ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാവുന്നതാണ്. കൂട്ടുകാർ നന്നായി എഴുതിയിട്ടില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Activity for reading comprehension. Read the story and answer the questions given below. Activity 5 ആണല്ലേ. ഓക്കെ, റീഡിങ് കോംപ്രിഹെൻഷൻ. റീഡ് ദ സ്റ്റോറി, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. എന്താണ്? ഒരു സിംഹം മരത്തിന് ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു. എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. അപ്പോൾ എന്താണ് ഒരു മൗസ് ചെയ്തത്? ഓടില്ലേ, അതിൻ്റെ ബോഡിയിൽ കയറി, ശരീരത്തിൽ കയറി ഓടി കളിക്കാൻ തുടങ്ങിയല്ലേ. ദ ലയൺ ഗോട്ട് അപ്പ് ആൻഡ് ബിക്കെയിം ആംഗ്രി. ലയൺ എന്താണ്? എഴുന്നേറ്റ് ദേഷ്യം പിടിച്ചു. ദ ലയൺ കോട്ട് ദ മൗസ്. ലയൺ എന്ത് ചെയ്തു? മൗസിനെ അങ്ങ് പിടിച്ചു. ക്യാച്ച് ചെയ്യുക നമുക്കറിയാം എന്താണ്? പിടിക്കുക. ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, കോട്ട്. ഓക്കെ, ഹി വാണ്ടഡ് ടു കിൽ ദ മൗസ്. അവൻ എന്ത് ചെയ്യണം? മൗസിനെ കൊല്ലണം. പ്ലീസ് ഡോണ്ട് കിൽ മീ. ദയവ് ചെയ്ത് തന്നെ കൊല്ലരുത്. ലെവ് മീ പ്ലീസ് ക്രൈഡ് ദ മൗസ്. എന്താണ് മൗസ് പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് പറയാണ്, ഡോണ്ട് കിൽ മീ, എന്നെ കൊല്ലരുത്. ലിവ് മീ പ്ലീസ്, എന്നെ വിട്ടയക്കൂ. ദ ലയൺ ലെറ്റ് ദ മൗസ് ഫ്രീ. അങ്ങനെ എന്താണ്? ലയൺ അവനെ പോവാൻ അനുവദിച്ചു അല്ലേ. വൺ ഡേ ദ മൗസ് ഹേർഡ് ദ റോർ ഓഫ് ദ ലയൺ. ഒരു ദിവസം മൗസ് എന്ത് കേട്ടു? ലയണിൻ്റെ ഗർജനം കേട്ടു. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ദ ലയൺ ക്രൈഡ് ഔട്ട്. എന്താണ്? സഹായിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സിംഹം
ഉറക്കെ കരഞ്ഞു. ദ മൗസ് കെയിം ദർ ആൻഡ് ദ കട്ട് ദ നെറ്റ്. മൗസ് എന്ത് ചെയ്തു കൂട്ടുകാരെ? അവിടെ ചെന്ന് നെറ്റ് കട്ട് ചെയ്തു, മുറിച്ചു. താങ്ക് യു ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ്. താങ്ക് യു കൂട്ടുകാരാ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. സെഡ് ദ ലയൺ. ലയൺ പറഞ്ഞു. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ്? മൗസും ലയണും ഫ്രണ്ട്സായി. കഥയൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നൊരു കഥയല്ലേ? എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കഥയാണല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ എന്തായിരിക്കും? യെസ്, നമുക്കറിയാം. എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ അല്ലേ? ദെൻ വൈ ഡിഡ് ദ ലയൺ ബിക്കെയിം ആംഗ്രി? എന്തുകൊണ്ടാണ് ലയൺ ദേഷ്യപ്പെട്ടത്? യെസ്, എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. ഒരു മൗസ് എന്താണ്? അവൻ്റെ ദേഹത്ത് ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കാൻ തുടങ്ങി അല്ലേ, ശരീരത്തിൽ. അപ്പം എന്തെഴുതാം നമുക്ക്? എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. ദെൻ പ്ലീസ് ഡോണ്ട് കിൽ മീ, ലീവ് മീ പ്ലീസ്. ഹു സാഡ് ദിസ് വേർഡ്സ്? അങ്ങനെ പറഞ്ഞത് ആരാണ്? എന്നെ കൊല്ലരുത്, ലീവ് മീ പ്ലീസ്, എന്നെ വിട്ടയക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? യെസ്, മൗസ് ആണല്ലേ. ദ ലയൺ കിൽ ദ മൗസ്. ട്രൂ ഓർ ഫോൾ? ശരിയോ തെറ്റോ? ലയൺ കിൽ ദ മൗസ്. എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? ലയൺ മൗസിനെ കൊന്നു. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ഫാൾസ് ആണല്ലേ. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. ട്രൂ ഓർ ഫോൾസ്? യെസ്, ട്രൂ ആണല്ലേ. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. ട്രൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 6 സ്റ്റോറി. ലുക്ക് അറ്റ് ദ പിക്ചർ. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണ്? നമുക്ക് കുറേ ചിത്രങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായ വാക്കുകളിൽ അത് ചിത്രത്തിൽ എന്താണോ കാണാൻ സാധിക്കുന്നത് അതവിടെ എഴുതുക. ഫസ്റ്റ് പിക്ചർ നോക്കൂ. മഴയത്തൊരു കുട്ടി എന്താണ് കുടയും ചൂടി നടക്കുകയാണല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? എ ചൈൽഡ് ഈസ് വാക്കിംഗ് വിത്ത് ആൻ അംബ്രല്ല വെൻ ഇറ്റ് ഈസ് റെയിനിങ്. എന്താ എഴുതാം? എ ചൈൽഡ് ഈസ് വാക്കിംഗ് വിത്ത് ആൻ അംബ്രല്ല വെൻ ഇറ്റ് ഈസ് റെയിനിങ്. നെക്സ്റ്റ് എന്താണ്? ഒരു ബേർഡ് വന്നിട്ട് കുടങ്ങ് ഗ്രാബ് ചെയ്ത് തട്ടിയിടുകയാണല്ലേ. എ ബേർഡ് കെയിം ആൻഡ് ഗ്രാബ്ഡ് ദ അംബ്രല്ല അല്ലേ. എ ബേർഡ് കെയിം ആൻഡ് ഗ്രാബ്ഡ് ദ അംബ്രല്ല. ദെൻ തേർഡ് പിക്ചർ നോക്കൂ. ബേർഡ് എന്താണ്? കുടയുമായിട്ട് പറന്നു പോവുകയാണല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? ദ ബേർഡ് ഫ്ലൂ എവേ വിത്ത് ദ അംബ്രല്ല. ദ ബേർഡ് ഫ്ലൂ എവേ വിത്ത് ദ അംബ്രല്ല. ദെൻ നെക്സ്റ്റ് നോക്കൂ. ബേർഡ് എന്താ ചെയ്യണത്? അംബ്രല്ല അവരുടെ ഒരു ഹോമാക്കി. അവരുടെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കാണാനില്ലേ അതിൽ? ബേർഡ്സിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ലിറ്റിൽ ബേർഡ്സ് എന്താണ്? കുടയിലുണ്ട്. അപ്പം എന്താണ് ചെയ്തത്? ബേർഡ് കുട എന്താക്കി മാറ്റി? അവരുടെ വീടാക്കി മാറ്റിയല്ലേ, ഹോമാക്കി മാറ്റി. അവസാനം നമുക്ക് എന്തെഴുതാം? ദ ബേർഡ് മെയ്ഡ് ദ അംബ്രല്ല ആസ് ദെയർ ഹോം. ദ ബേർഡ് മെയ്ഡ് ദ അംബ്രല്ല ആസ് ദെയർ ഹോം. കൂട്ടുകാർ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ? ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക.